ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഗോവയിലാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഗോവയുടെ തലസ്ഥാന നഗരമായ പനാജിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മനോഹരമായിട്ടുള്ള ബ്രിഡ്ജുകളാട്ടോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഗോവ ടൗണിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെയാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ നമ്മൾ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യ ഐറ്റംസ് അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റായിട്ട് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. നമ്മൾ ഫസ്റ്റ് പോയത് സൗത്ത് ഗോവയിലെ വലിയ ചർച്ചാട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ഹൈറ്റിലുള്ള ചർച്ചാണ്. 1594 ഈ ചർച്ച് പോർച്ചുഗീസുകാരുണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ വന്നത്. അപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ അകത്തത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ടാണ് അവരിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പള്ളിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. 500 വർഷത്തിലധികം പഴക്കം ഈ പള്ളിക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ അറകളൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. പിന്നെ നമ്മളത് കഴിഞ്ഞ് അത്യാവശ്യം മാത്രമേ അവിടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. വീഡിയോ ഒന്നും അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള കാഴ്ചയിലാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ പുറത്തുനിന്ന് എടുത്തു. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഒരു നിർമ്മാണ രീതിയൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയത്തും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്ന് മാത്രമേ നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ മനോഹരമായിട്ടുള്ള മറ്റു പല കാഴ്ചകളുണ്ട്. അപ്പോൾ അവിടെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതാണ്ട് അതിൻ്റെ അത് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ ഉള്ള കേട്ടോ. അത് പുറത്തെ അകത്തേക്കുള്ള എൻട്രൻസിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് കയറിയ ഫോട്ടോസ് കേട്ടോ. അത് കുറച്ച് വീഡിയോസ് നമ്മളവിടെ അലൗഡ് അല്ലായിരുന്നു, എന്നിട്ട് പോയി എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും എടുത്തു. പിന്നെ അതിൻ്റെ പുറം ചുമരുകളാണ് ചെങ്കല്ല് വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് ഒരു ഒറ്റക്കല്ലിൽ തീർത്ത കുരിശാണ് അത് കാണുന്നത്. പുറത്തുള്ളതാണ് വലിയൊരു കുരിശ് ചെങ്കല്ല് കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. നല്ല വെയിലുള്ള സമയമായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മളെല്ലാവരും ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും ഒക്കെ പുറത്തുനിന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ടൂർ മെമ്പേഴ്സാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഈ ചർച്ചിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അപ്പോഴത്തെ അതുവരും ഗോവയത്തെ തന്നെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുറ്റത്താട്ടോ നമ്മളുള്ളത്. അതിമനോഹരമായിട്ടാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത്. പോർച്ചുഗീസുകാരുടെ ആ നിർമ്മാണ രീതിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ കാണാം. നേരത്തെ ചർച്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ പ്രത്യേക നിർമ്മാണ രീതിയൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കുറേ അത്യാവശ്യം നല്ല പുരാവസ്തുക്കളൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് പോർച്ചുഗീസുകാരുടെ കാലത്താണെങ്കിലും നമ്മുടെ കാലത്താണെങ്കിലൊക്കെ ഉള്ള കുറേ അത്യാവശ്യം സാധനങ്ങൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യങ്ങളൊന്നും. പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളെടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓൾഡ് ഗോവയിലെ ചർച്ചിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മുടെ ഗോവയിലെ തന്നെ മറ്റ് കാഴ്ചകൾ മറ്റു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട പോലെ തന്നെ നമ്മുടെ മറ്റു വീഡിയോസും കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.